നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ചേച്ചി പ്രശ്നം? ഞാൻ നേരത്തെ അകത്തേക്ക് പോകുമ്പോഴും ചേച്ചി ഫോണിൽ നോക്കി ടെൻഷനായിരിക്കുന്നത് കണ്ടു. ഒന്നും പറയണ്ട ഗോപിക, ആ 450 രൂപക്കാരൻ എന്നെ തുടർച്ചയായി ശല്യം ചെയ്തോണ്ടിരിക്കുക. രൂപക്കാരനോ? പ്രിയ ചേച്ചിയല്ലേ? പ്രിയൊന്നും അല്ല ഇത്. നേരത്തെ അമ്മ ഫോൺ എടുത്തപ്പോ അയാൾ എന്തോ വേല ഇറക്കിയതാ. കഷ്ടകാലെന്ന് പറഞ്ഞാ മതിയല്ലോ. എന്താ ചേച്ചി ഉണ്ടായത്? ഇന്ന് രാവിലെ ബാങ്കിലേക്ക് പോകുമ്പോഴേ മാഡത്തിന്റെ ഫോണിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ഉണ്ടോ? അയ്യോ, അറിയാതെ 500 അയച്ചു പോയി. ആ ശരിയാ, 500 വന്നിട്ടുണ്ട്. സെർവർ പ്രോബ്ലം. ഞാൻ കള്ളം പറഞ്ഞല്ല. പറ്റില്ല, എനിക്ക് ഇപ്പൊ കിട്ടണം എന്റെ കാശ്. ആഹാ, നിങ്ങൾ എന്തിനാ ചൂടാവണേ? ഇതുപോലൊരു ശല്യക്കാരനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. 450 രൂപ തരാതെ പല തവണയെ നുണയോട് നുണ പറഞ്ഞ പെണ്ണ് പറ്റിക്കുന്നല്ലോ. ഇനി 2 വാക്കല്ല 4 വാക്ക് ശരിക്ക് പറയാതെ വയ്യ. ആ 450 രൂപയ്ക്ക് വേണ്ടി അയാളെ എന്നെ തുടർച്ചയായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നെ. തെറ്റാ കക്ഷിയുടെ ആണെങ്കിലും ഇപ്പൊ അത് എന്റെ തലയിൽ കെട്ടിവെക്കാനാ ആ ദ്രോഹിയുടെ ശ്രമം. അത് അയച്ച് തൊലച്ചേക്കാന്ന് വിചാരിച്ചപ്പോഴോ ആ ദേ വിളി വന്നു. 100 ആയുസാ ശല്യക്കാരന്. 100 ആയുസോ? ഇങ്ങനത്തെ ശല്യക്കാരൊന്നും ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. അതിനുള്ള മരുന്നൊക്കെ ഞാൻ ഇപ്പൊ ഇട്ട് തരാം. ചേച്ചിയെ ഫോണിങ് തന്നെ. കഥയൊക്കെ വൃത്തിയായി എഴുതി വെച്ചിട്ട് പോയി തൂങ്ങിച്ചാവാൻ പറയാം. ആ കോള് കട്ടായി. നാശം, ഇവള് ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്തൊരു ധിക്കാരാ. ദേ പിന്നെയും വിളിക്കുന്നു. എന്തിനാ മിസ്റ്റർ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നേ? പൈസ ഞാൻ അയച്ചു തരാന്ന് പറഞ്ഞല്ലേ? പറഞ്ഞാ പോരല്ലോ, അത് അയച്ചെന്റെ അക്കൗണ്ടിലെത്തണം.